ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് വിഭൂതി തിരുനാളാണ്. നമ്മൾ പ്രത്യേകമായിട്ട് പരിത്യാഗ പ്രവർത്തികൾ നടത്തുന്ന, മാത്രമല്ല കർത്താവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, അതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് വിഭൂതി തിരുനാൾ. ക്ഷാരബുധൻ, വിഭൂതി തിരുനാൾ, ഇങ്ങനെ പല പേരിൽ നമ്മൾ ഇതേക്കുറിച്ച് പറയാറുണ്ട്. നമ്മൾ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഷയം ഇതാണ്: ഹൃദയം കീറാം, വസ്ത്രം തുന്നാം. നമ്മൾ ഹൃദയം കീറി, അതാണ് ശരിക്കുള്ള അനുതാപം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. വസ്ത്രം തുന്നാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൽപ്രവർത്തികൾ കൊണ്ട് ഒരു വസ്ത്രം തുന്നി അത് ധരിക്കാൻ പറ്റണം. അതിനുള്ള ഒരു കാലയളവായിട്ട് നമുക്കിതിനെ കാണാം. ഒരു 5 സൂപ്പർ മാതൃക ബൈബിളിൽ നിന്നും നമ്മൾ എടുത്ത് കാണുകയും ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു 3 കാര്യങ്ങൾ ഈ കാലയളവിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ ധ്യാനിക്കാനുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തേത്, അനുതാപത്തിൻ്റെ കാലയളവാണ് ഈ നോമ്പ് കാലം. അനുതാപത്തിൻ്റെ കാലയളവ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഉപസാരം നടത്തിയെന്ന് വരുത്തിയാൽ പോരാ. അങ്ങനെ ഏതാനും ചില കാര്യങ്ങൾ, കുറച്ച് ഉപവാസവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നടത്തിയാൽ പോരാ. അതിനേക്കാൾ ഹൃദയം കീറണം. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ജോയൽ 2-ാം അധ്യായം 12 മുതലുള്ള വചനഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഇനിയെങ്കിലും അനുതാപത്തോടും ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും കൂടെ നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിയുക. കീറേണ്ടത് വസ്ത്രമല്ല, ഹൃദയമാണ്. ഈ പുറമേ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഹൃദയം പഴയതുപോലെ തന്നെ ഇരിക്കുക. ഹൃദയത്തിൽ യാതൊരു മാറ്റവും വരാതെ, അനുതാപവും വരാതെ വേണമെങ്കിൽ ഒരു ഉപവാസം നോക്കാം. പള്ളി പോയി നമുക്ക് വേണമെങ്കിൽ ചാരം നമ്മുടെ നെറ്റിയിൽ പൂശി അങ്ങനെ ഒരു കർമ്മത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരാം. കർത്താവ് പറയാണ്, നീ കീറേണ്ടത് നിന്റെ ഹൃദയമാണ്. ഹൃദയം കീറുന്ന ഒരു അനുതാപം, അതാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത്. ഞാൻ ഒരു സംഭവം കേട്ടതാണ്. രോഗാവസ്ഥ മൂലം ഒരമ്മച്ചി എന്തോ ഒരു 5-6 ആഴ്ചക്കാലം അവർക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അവരുടെ രോഗാവസ്ഥ മൂലമാണ്. ഞാൻ അവർ പറഞ്ഞൊരു കാര്യം, അതിലൂടെ ഞാൻ മഹാഭാവിയായി. ഞാൻ അമ്മച്ചിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയത്, അമ്മച്ചി ഒരു പാപം ചെയ്തിട്ടില്ല. രോഗം മൂലം പള്ളിയിൽ പോകാൻ പറ്റാതിരുന്നതാണെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ പാപം ചെയ്യുന്നില്ല. നിങ്ങൾ മനഃപൂർവ്വം അലസത കൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണെങ്കിൽ നിശ്ചയമായിട്ടും അത് വലിയൊരു പാപമാണ്. ചിലർ പാപമല്ലാത്തത് പാപമായിട്ട് കാണും. എന്നിട്ട് അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് പോകുന്നത്. എന്നാൽ ഇവർക്ക് ശരിക്കും അനുതാപം ഉണ്ടാകേണ്ടിടത്ത് അനുതാപം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടത്താറുമില്ല. നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ്. കർത്താവ് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 34 18-ാമത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 34:18 ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിനെ നിരസിക്കാനാവില്ല. ഹൃദയം കീറി കർത്താവിൻ്റെ പക്കലേക്കൊന്ന് തിരിഞ്ഞാൽ എത്ര വലിയ കൊടിയ പാപികളാണെങ്കിൽ പോലും കർത്താവ് അവരോട് ക്ഷമിക്കും. അവരുടെ പാപങ്ങൾ കർത്താവ് മറക്കും എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. ദാനിയേൽ 3:17 നമ്മൾ കാണുന്നുണ്ട്, പശ്ചാത്താപ വിവശ ഹൃദയം. അതാണ് നമുക്ക് വേണ്ടത്. ലൂക്കാ 13 അധ്യായത്തിൻ്റെ ഉള്ളടക്കം അതാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. പശ്ചാത്തപിച്ചാലോ ലൂക്കാ 15:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വലിയ സന്തോഷം സ്വർഗത്തിലുണ്ടാകും. അതുകൊണ്ട് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് പശ്ചാത്തപിക്കാനുള്ള, അനുദപിക്കാനുള്ള, തെറ്റുതിരുത്താനുള്ള ഒരു കാലമായിട്ട് നമ്മൾ അതിനെ എടുക്കണം. ഒരു 5 സൂപ്പർ മാതൃകയായി മാറിയ വ്യക്തികളെ, സംഭവങ്ങളെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ലൂക്കാ 22:62 പത്രോസ്. ഞാൻ അവൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അവൻ മനം നൊന്ത് കരഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. സകല കാര്യങ്ങളും കർത്താവ് മറന്നിട്ട് അവനെ തന്നെ അപ്പസ്തോലന്മാരുടെ നേതാവായിട്ട് സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ലൂക്കാ 18:9 മുതൽ വായിക്കുമ്പോൾ 2 പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗം. പാപിയായ മനുഷ്യൻ, അവനാകെ പറഞ്ഞത്, കർത്താവെ ഞാൻ പാപിയാണ്, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്താനുള്ള യോഗ്യത പോലും എനിക്കില്ല, എന്നോട് കരുണ കാണിക്കണം. അവനെ പുച്ഛിച്ച് സംസാരിക്കുകയും സ്വയം ന്യായീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്ത ഫരിസേനല്ല അവിടെ നീതീകരിക്കപ്പെട്ടത്, ഈ പാപിയായ മനുഷ്യൻ. ലൂക്കാ 7:36 മുതൽ വായിക്കുമ്പോൾ ഒരു പാപിനിയുടെ മാനസാന്തരം. അവൾ കർത്താവിൻ്റെ പാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകി, അതുപോലെ തന്നെ അവളുടെ മുടി കൊണ്ട് തുടച്ചു, സുഗന്ധ തൈലം പൂശി. അവളെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, അവളുടെ സ്നേഹം വളരെ വലുതാണ്, അവളുടെ അനുതാപം വളരെ ആഴമുള്ളതാണ്. കാരണം അവള് മഹാഭാവിയായിരുന്നെങ്കിലും അവൾ ക്ഷമിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം അവൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന്. അപ്പോസ്തല പ്രവർത്തനം 9 നമ്മൾ കാണുന്നത് സാവൂളിൻ്റെ മാനസാന്തരം. അവൻ്റെ
മാനസാന്തരം, അവൻ നടത്തിയ കുമ്പസാരം, അതിൻ്റെ ഇഫക്റ്റ് മരണം വരെ നീണ്ടു നിന്നു. മരണത്തിന് പോലും അവനെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റാൻ പറ്റിയില്ല. റോമ 8:35 നമ്മൾ വായിക്കുന്നതാണ്. 5-ാമത്തെ കാര്യം നമ്മൾ കാണുന്നത് ലൂക്ക 8:2 വചനം വായിക്കുമ്പോഴാണ്. മഗ്ദലന മറിയം 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്നും ഒഴിപ്പിച്ചതാണ്. പിന്നീട് അവൾക്ക് യേശുവിനോടുണ്ടായിരുന്നത് പ്രാണന് തുല്യം സ്നേഹം. യേശുവിന് വേണ്ടി അവൾ മരിക്കാൻ, അവളുടെ ജീവൻ ബലികഴിക്കാൻ പോലും അവൾ സന്നദ്ധയായിട്ടിരിക്കുന്ന ആ ഒരു രംഗം കാണാൻ പറ്റും. ഇതാണ് അനുതാപത്തിന് നമുക്ക് കണ്ടെത്താവുന്ന ഒരു 5 സൂപ്പർ ബൈബിൾ കഥാപാത്രങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു കാലയളവാണ്. യേശു പ്രാർത്ഥിച്ചു എന്നുള്ളത് വചനത്തിൽ നമ്മൾ കാണുന്നു. മർക്കോസ് 1:35 അതിരാവിലെ, ലൂക്ക 4:42 പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 6:12 മുതൽ ആ ദിവസങ്ങളിൽ മലമുകളിലേക്ക് പോയി ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രാർത്ഥന നടത്തിയ യേശു. ലൂക്ക 21:37 പകൽ മുഴുവൻ ദേവാലയത്തിൽ ശുശ്രൂഷ, രാത്രി മലമുകളിൽ കയറി അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന യേശു. ലൂക്ക 22:39 മുതൽ വായിക്കുമ്പോൾ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 11 കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മർക്കോസ് 6-ാം അധ്യായം എടുക്കുമ്പോൾ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വിജന സ്ഥലത്തേക്ക് വരിക, അല്പം വിശ്രമിക്കുക. അതെ, പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടത് തന്നെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ്. ഈ നോമ്പുകാലത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇതുപോലെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ പറ്റും. മനോഭാവത്തെ രൂപപ്പെടുത്തി യേശുവിൻ്റെ അതേ മനോഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു കാലയളവ്. 1 തീമോത്തി 6-ാം അധ്യായം 18-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം, അതുപോലെ തന്നെ വിശാല മനസ്കരാകണം, ഉദാരമതികളാകണം. ഈ 3 കാര്യങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 29:12 വായിക്കുമ്പോൾ ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം. 2 കൊരിന്തോസ് 5:1 മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടത് മരണഭയമല്ല, നമുക്ക് വേണ്ടത് നിത്യജീവനോടൊരു കൊതി. ഇത് വന്നു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് നമ്മെ ഈ നോമ്പുകാലം ക്ഷണിക്കുന്നത് നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്കാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടെ എത്താൻ നമുക്ക് സാധിക്കും. ഇനിയുള്ള കാലം നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കൃപയും അനുഗ്രഹവും ദൈവം നൽകുകയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടും തീരുമാനത്തോടും കൂടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.